ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഗൈസ്. ആക്ച്വലി ഇതെങ്ങനെ എനിക്ക് പറഞ്ഞു തുടങ്ങണം ഒന്നൊന്നും എനിക്ക് ഒരു ഐഡിയ ഇല്ല. ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഞാൻ എങ്ങനെ പറയും, ഇതെങ്ങനെ പറയണത്. അപ്പം ഞാൻ ചോദിച്ചു, ഓഫ് കോഴ്സ് ഇത് എൻ്റെ ആൾക്കാരാണ്, നമ്മളെ ആൾക്കാരാണ്. അപ്പം പിന്നെ ഞാൻ വലിയ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സോ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദ വീഡിയോ. ഓക്കെ, ഞാൻ ഒരു വലിയ അനൗൺസ്മെൻ്റ് അല്ലെന്നുണ്ടെങ്കിൽ ഞാനൊരു വലിയ എൻ്റെ ലൈഫിലൊരു ഒരു ഒരു അനദർ ചാപ്റ്റർ പറയാൻ വേണ്ടിയിട്ട് പോവാണ് നിങ്ങളുടെ അടുത്ത്. ലൈക്ക് യെസ് ഗൈസ്, ഐ ആം ഗെറ്റിംഗ് മാരീഡ് ആസ് സൂൺ. എൻ്റെ കല്യാണം ഉണ്ടാവും. അപ്പോൾ മെയിനായിട്ട് ഇതാണ് പറയാനുള്ളത്. എനിക്കറിയാം ഇനിയിപ്പോൾ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കാണും. ആരാണ്, എന്താണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, അതാണ്, ഇതാണ് അങ്ങനെ പല ക്വസ്റ്റ്യൻസും ഉണ്ടാവും. സോ ആ ക്വസ്റ്റ്യൻസിലൊക്കെ പോണേന് മുന്നേ ഞാൻ നിങ്ങൾക്ക് എൻ്റെ ലൈഫിലുള്ള അല്ലെങ്കിൽ എൻ്റെ ലൈഫിൽ നടന്നിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. ഗൈസ്, ഇപ്പം നിങ്ങൾക്കറിയാം ഞാനും എൻ്റെ അനിയത്തിയാണ് ഇവിടെ ഉള്ളത്. അപ്പം ഞങ്ങൾ രണ്ടുപേരും രണ്ട് പെർസ്പെക്റ്റീവ് ഉള്ള ആൾക്കാരാണ്. അവൾ ഒരു ഐഡിയ വേറെയാണ്, എൻ്റെ ഒരു ഐഡിയ വേറെയാണ്. അവൾ ചിന്തിക്കുന്ന വേറൊരു രീതിയിലാണ് ഞാൻ. കാരണം ഓഫ് കോഴ്സ് ഓരോ മനുഷ്യർ ഓരോ രീതിയിലായിരിക്കും. പക്ഷെ ഞങ്ങൾ ഒരു വീട്ടിൽ താമസിക്കണമെങ്കിൽ ഞങ്ങളെ ചേച്ചി അനിയത്തി ആണെങ്കിൽ ഞങ്ങൾ ഇടയിലുള്ള അന്തരവ് കുറച്ച് വലുതാണ്. കാരണം പല രീതിയിലുള്ള ചിന്താഗതി, അവളുടെ ചിന്താഗതി വേറെയാണ്, എൻ്റെത് വേറെയാണ്. പക്ഷേ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ഒരേപോലെയാണ്. ഇപ്പം ഒരു ഫാമിലി ലൈഫ്, ഒരു റിലേഷൻഷിപ്പ്, കല്യാണം എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് എന്നെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കല്യാണം കഴിക്കണം. ഞാൻ എന്ന് ആഗ്രഹിച്ച ഒരാളാണ്. എനിക്ക് കല്യാണം കഴിക്കണം, എനിക്ക് എൻ്റേതായിട്ടുള്ളൊരു ഫാമിലി വേണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ച ഒരാളാണ്. പക്ഷേ എൻ്റെ അനിയത്തിയെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവളുടെ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അവൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ല, അവൾ കല്യാണമേ കഴിക്കൂല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ് അവൾ. ഇപ്പം ഞാൻ പറഞ്ഞ രണ്ട് ചിന്താഗതിയുള്ള ആൾക്കാർ. അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. കാരണം അവൾ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ ജീവിതം കണ്ടു വളർന്നുകൊണ്ട് അവൾ ആഗ്രഹിച്ചത് എനിക്ക് കല്യാണമേ വേണ്ട, ഇങ്ങനൊരു ജീവിതമേ വേണ്ട എന്നാണ് അവൾ. ലൈക്ക് ഇപ്പം ഒരുപാട് പേര് നന്നായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ എന്നാലും അവൾക്ക് ഒരു റിലേഷൻഷിപ്പ് പറഞ്ഞാൽ അവൾക്ക് ഇന്ന ഒരു റിലേഷൻഷിപ്പ് ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അവൾ കല്യാണം കഴിക്കില്ല എന്ന് തീരുമാനിച്ച ഒരാളാണ്. പക്ഷെ ഞാൻ എൻ്റെ അമ്മയുടെ അച്ഛൻ്റെ എൻ്റെ ഫാമിലിയുടെ ഇത് കണ്ടിട്ട് ഞാൻ ആഗ്രഹിച്ചത് ഓക്കെ ഇതുപോലെ ആവരുത്. ഒരിക്കലും എനിക്കൊരു റിലേഷൻഷിപ്പ് വേണ്ടെന്നോ എനിക്കൊരു കല്യാണം വേണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്കൊരു കല്യാണം വേണം, എനിക്കൊരു ഫാമിലി വേണം, പക്ഷെ ഇതേപോലെ ആവരുത്. അങ്ങനെയാണ് ഞാൻ വിചാരിച്ചത്. എനിക്ക് ലൈക്ക് ഇതേപോലെ ആവരുത്. എൻ്റെ മക്കൾ ഒരിക്കലും, എനിക്കുണ്ടാവുന്ന കുട്ടികൾ അല്ലെങ്കിൽ നാളെ എനിക്ക് കുട്ടികളുണ്ടായാൽ അവരൊരിക്കലും എൻ്റെ ഒരവസ്ഥയിൽ കൂടെ കടന്നു പോകരുത്. ടിൽ നൗ എൻ്റെ കുട്ടികളല്ലെങ്കിൽ പോലും എനിക്കറിയാമെന്നുള്ള അല്ലെങ്കിൽ ആരും ഞാൻ കടന്നുപോയ അവസ്ഥയിൽ കൂടെ കടന്നു പോകരുത് എന്നാഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഇതാണ് എൻ്റെ ഒരു പേഴ്സ്പെക്റ്റീവ് ഓഫ് വ്യൂ കല്യാണം എന്നുള്ളതിൽ. ഞാനൊരു 18-19 വയസ്സൊക്കെ ഉള്ളപ്പോഴത്തേക്ക് എനിക്കൊരു +2 കഴിഞ്ഞപ്പോൾ അല്ല എനിക്ക് കല്യാണ ആലോചനകൾ വന്നു തുടങ്ങണം. ഞാൻ കുറച്ച് ഉള്ളിലോട്ട് താമസിക്കുന്നതും എൻ്റെ ഫാമിലിയിലുള്ള ആൾക്കാർ മിക്കതും 18, കാരണം എൻ്റെ അമ്മയൊക്കെ 17ാമത്തെ വയസ്സ് കല്യാണം കഴിച്ച ആൾക്കാരാണ്. അപ്പം എനിക്കൊരു 18-19 വയസ്സൊക്കെ ആയപ്പോൾ കല്യാണ ആലോചനയും. ബിക്കോസ് ഞങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാ ആൾക്കാരും ഏകദേശം അവർക്ക് ജോലിയൊക്കെ കിട്ടണതിന് മുമ്പാണ് അവരൊക്കെ എല്ലാവരും കല്യാണം കഴിച്ച് പോയിട്ടുള്ളത്. അപ്പം എനിക്ക് അതിലിപ്പം അടിപൊളിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്, അത് ലൈക്ക് മുറിഞ്ഞു പോയ ആൾക്കാരുണ്ട്. അപ്പം അത് അവരുടെ ഓൺ ലൈഫാണ്. ഞാൻ അതിൽ ഇൻ്റർഫെയർ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ജസ്റ്റ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പം എനിക്കൊരു കല്യാണാലോചന വന്നപ്പോഴത്തേക്ക് ഞാൻ +2 കഴിഞ്ഞ് ഞാൻ ഡിഗ്രി കയറിയ സമയത്ത് എനിക്കൊരാഗ്രഹമായിരുന്നു. ആ സമയത്തല്ല, എൻ്റെ എപ്പോഴത്തുള്ള ഒരാഗ്രഹമാണ്, ഞാൻ ഒരാളെ കല്യാണം കഴിക്കുന്നു എന്നുണ്ടെങ്കിൽ ഞാൻ ലവ് മാരേജ് ചെയ്യുള്ളൂ. ലൈക്ക് എനിക്ക് അറിയാത്ത ഒരാളെ ഞാൻ കല്യാണം കഴിക്കാൻ നേരിടും. ഞാൻ ആലോചിക്കുമായിരുന്നു, എങ്ങനെയോ അറിഞ്ഞൂടാത്ത ഒരാളാ, സംസാരിക്കാത്ത ഒരാളാ, സംസാരിച്ച് പരിചയപ്പെടാത്ത ഒരാളാ, അല്ലെങ്കിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലാതെ ഞാൻ ഒരാളെ എങ്ങനെ കല്യാണം കഴിക്കും എന്ന് ഞാൻ വിചാരിക്കുമായിരുന്നു. അപ്പം ഞാൻ എപ്പോഴും വിചാരിക്കും ഞാനൊരു ലവ് മാരേജ് ചെയ്യുള്ളൂ. അത് ലാസ്റ്റ് ആൻഡ് ഫസ്റ്റ് എൻ്റെ കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആവണം. ഞാൻ എപ്പോൾ എനിക്ക് പഠിച്ചൊരു ജോലി വാങ്ങുന്നോ, ഞാൻ എപ്പോൾ ഫിനാൻഷ്യലി ഓക്കെ ആവുന്നു അപ്പോഴേ ഞാനൊരു കല്യാണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കുകയുള്ളൂ. ഇതാണ് ഞാൻ മെയിനായിട്ട് എൻ്റെ മൈൻഡ് സെറ്റിലുള്ള രണ്ട് കാര്യങ്ങൾ കല്യാണത്തിനെ കുറിച്ച്. ആൻഡ് അറ്റ് ദാറ്റ് ടൈമിൽ ഞാൻ ചിന്തിച്ചിരുന്നത് എനിക്ക് വേണ്ട ഒരാളെന്ന് പറയണത് കട്ട താടി വേണം,
മീശ വേണം, നെഞ്ചിൽ കുറേ രോമം വേണം. എന്തിന് പിന്നിട്ട് കളിക്കാനാണ് നിങ്ങൾ ചോദിക്കരുത്, അതെനിക്ക് അറിഞ്ഞുകൂടാ. അന്നത്തെ ആ ഒരു 18-ാമത്തെ വയസ്സിലെ ചിന്താഗതി അങ്ങനെയായിരുന്നു. ബുള്ളറ്റ് വേണം, കാരണം ഞാൻ എൻ്റെ ഫ്രണ്ട്സ് ഗ്രൂപ്പ്, എൻ്റെ ഗ്രൂപ്പ് ലൈക്ക് അങ്ങനെയൊക്കെയായിരുന്നു. നമ്മൾ പുറമേ ഉള്ള ഭാഗിക ഭംഗിയിൽ ഓക്കെ ബുള്ളറ്റ് ഓടിച്ചോ ചേട്ടാ, ഗുഡു 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 ബുള്ളറ്റ് വണ്ടിയിൽ ഗുബിച്ചുക്കു എന്നൊക്കെ പറഞ്ഞ് വരണ ഒരു പുള്ളിക്കാരനായിരുന്നു എൻ്റെ മൈൻഡ് സെറ്റിൽ ഉണ്ടായിരുന്നത്. പക്ഷേ കാലം തെളിയിച്ചു പുറമേ ഉള്ള അതല്ല നമ്മൾ നോക്കാനുള്ളത്. ഞാൻ കാണുന്ന ഒരു ഭംഗിയുണ്ട്. ഇപ്പം ഞാൻ കാണുന്ന ഒരു കണ്ണിക്കൂടെ അയാളെ കണ്ടാലേ അയാൾക്ക് ഭംഗി തോന്നുള്ളൂ. എന്നാൽ എൻ്റെ കണ്ണിക്കൂടെ കാണുന്ന ഒരു കാഴ്ച വേറെയാണ്, നിങ്ങളുടെ കണ്ണിക്കൂടെ കാണുന്ന കാഴ്ച വേറെയാണ്. അപ്പം എൻ്റെ കണ്ണിക്കൂടെ കാണുന്ന ഒരു ഭംഗിയുണ്ട്, ആ ഭംഗിയായിരുന്നു എനിക്ക് വേണ്ടിയിരുന്നെന്ന് ഞാൻ എനിക്ക് തിരിച്ചറിവുണ്ടായി. പിന്നെ ഞാൻ ഒരിക്കലും ഒരാളുടെ ഭാഗിക ഭംഗിയിൽ ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഭാഗിക ഭംഗിയാണോ ഭൗതിക ഭംഗിയാണെന്ന് എനിക്കറിയാം, പുറമേ ഉള്ള മോഡിയിൽ ഞാൻ വിശ്വസിച്ചിട്ടില്ല. കാരണം ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ കോൺസെപ്റ്റാണ്, നിങ്ങളുടെ കോൺസെപ്റ്റ് ആണോന്നില്ല, ഞാനിത് ജസ്റ്റ് പറയുന്നേ ഉള്ളൂ. ഞാൻ വിശ്വസിക്കുന്നത് പുറമേ ഉള്ള ഭംഗി അക്കാലും പുറമേയുള്ള ഭംഗി ഓക്കെ, എല്ലാ മനുഷ്യർക്കും അവരുടേതായിട്ടുള്ള ഓൺ ഭംഗി ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കാരണം എന്നെ തന്നെ പല രീതിയിലുള്ള ബോഡി ഷേമിൽ കൂടെ ഞാൻ കടന്നു പോയിട്ടുണ്ട്. ഇൻസെക്യൂരിറ്റീസ് ഉണ്ടാക്കി തന്ന ആൾക്കാർ എൻ്റെ ലൈഫിലുണ്ട്. ഇപ്പം എൻ്റെ ഈ ഹൈറ്റ്, എൻ്റെ ഈ ഒരു എന്താ പറയുക, ഈ സ്ട്രക്ചർ അല്ലെന്നുണ്ടെങ്കിൽ ഈ ഒരു ശരീരഘടന ഒന്നും ഇഷ്ടമല്ലാത്ത ആൾക്കാർ എൻ്റെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട്. സോ അപ്പോൾ പല ടൈപ്പിലുള്ള ബോഡി ഷേമിങ്ങിലൂടെ കടന്നു പോയി ഞാൻ വളരെ ഇൻസെക്യൂർഡായിട്ടിരുന്ന ടൈമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പീരീഡ് എടുത്ത് നോക്കാൻ, ഞാൻ ഓൺലി ഓവർ സൈസ്ഡ് ടീഷർട്ട്സ് മാത്രം ഇട്ടുകൊണ്ടിരുന്ന ടൈമുകൾ ഞാൻ ഉണ്ടായിരുന്നു, ബാഗി പാൻസും. കാരണം എനിക്കിഷ്ടമുള്ള ഒരു ഔട്ട്ഫിറ്റ് ഇടാൻ എനിക്ക് പേടിയാണ്. ഞാൻ കണ്ണാടി നോക്കുമ്പോൾ ഞാൻ ആൾക്കാരുടെ അടുത്തോട്ട് ചെല്ലുമ്പോൾ അയാൾ എന്നെ നീ ഇതിട്ട് നീ ഇപ്പം നിനക്ക് അങ്ങനെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷെയിം എൻ്റെ ലൈഫിലൂടെ ഞാൻ പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഭയങ്കര ഇൻസെക്യൂർഡ് ആയിട്ടൊരു ടൈമുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ മനസ്സിലാക്കിയത് എനിക്കൊരു ഓൺ ഭംഗിയുണ്ട്, എനിക്ക് ദൈവം തന്നിയൊരു ഓൺ ഭംഗിയുണ്ട്. അല്ലെങ്കിൽ ഞാൻ ഇതാണ്, അങ്ങനെയാണ്, എൻ്റെ ഹൈറ്റ് ഇത്രയാണ്, എൻ്റെ വെയിറ്റ് ഇത്രയാണ്, എനിക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ട്, എനിക്ക് കഴുത്ത് കറക്കാറുണ്ട്, എൻ്റെ അണ്ടർ ആംസിൽ ഡാർക്ക് പാച്ചസ് ഉണ്ട്. ഞാൻ ഇതാണ്, ഞാൻ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയാണ്. ഞാൻ അക്സെപ്റ്റ് ചെയ്തു കഴിഞ്ഞു. കാരണം ഞാൻ എന്നെ തന്നെ സ്നേഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഏറ്റവും കൂടുതൽ എന്നെ ആര് സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചാൽ ഞാനാണ്. കാരണം ഞാൻ എപ്പോഴും എൻ്റെ ബെസ്റ്റ് മാത്രമേ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കിയിട്ടുള്ളൂ. സോ അപ്പോഴും എന്നെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത്. അപ്പോൾ ഓരോ മനുഷ്യർക്കും ഓരോ ഭംഗിയുണ്ട്. ഇപ്പം എൻ്റെ അമ്മയ്ക്കൊരു ഭംഗിയാണ്, എൻ്റെ അനിയത്തിക്കൊരു ഭംഗിയാണ്, എൻ്റെ കസിൻസിന് ഓരോരുത്തർക്കും ഓരോ ഭംഗിയാണ്. അത് നമ്മൾ കാണുന്ന കണ്ണിൽ കൂടെയാണ് ഭംഗി എന്നുള്ളതെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എനിക്ക് അങ്ങനെ ആ ഒരു പുറമെയുള്ള ആ ഭാഗ്യഭംഗി, കാരണം ആ ഒരു ടീനേജ് ടൈമിലാണ് അങ്ങനെ തോന്നിയത്. ഓക്കെ, പുറമെ അങ്ങനെ ലുക്ക്, മീശ, കട്ടത്താടി, താടിയിൽ പേൻ, അങ്ങനെ പല ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ് ആയിരുന്നു എൻ്റെത്. ഈ പേനൊക്കെ പറഞ്ഞ് ഫണ്ണി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നിങ്ങൾ പറയും ഗംഗ എന്ത് വൈകൃതമായി ചിന്തിക്കുന്ന ആളാണെന്നൊക്കെ. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെയായിരുന്നു എൻ്റെ ആഗ്രഹം എൻ്റെ ലൈഫിൽ. പക്ഷേ കാലം എനിക്ക് എൻ്റെ പല സിറ്റുവേഷൻസിൽ കൂടെ ഞാൻ പോയിട്ടുണ്ട്, പല വേദനയിൽ കൂടെ പല തരത്തിൽ കൂടെ ഞാൻ പോയിട്ടുണ്ട്, പല തലത്തിൽ കൂടെ ആരും ചിന്തിക്കാത്ത വഴിയിൽ കൂടെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ആരും സഞ്ചരിക്കാത്ത വഴിയിൽ കൂടെ ഞാൻ സഞ്ചരിച്ചിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ എനിക്ക് കാലം മനസ്സിലാക്കി തന്നൊരു കാര്യമാണ്, പുറമെയുള്ള ഭംഗി എന്നത് അത് പുറത്തുള്ളൊരു മാത്രമാണ്. അല്ലെങ്കിൽ ആ ഭംഗി എന്ന് പറഞ്ഞാൽ നമ്മുടെ കാണുന്ന കണ്ണിൽ കൂടെയാണ് ഭംഗി എന്ന് പറയുന്നത്. ഇപ്പം ചിലർ പറയൂലേ, ഞാനൊരു ഡ്രസ്സ് ഇട്ടുകൊണ്ടിരിക്കുമ്പോൾ ചേച്ചി അടിപൊളി, അയാളെ കണ്ണിൽ കൂടെ ഞാൻ ഭയങ്കര അടിപൊളിയായിരിക്കും. അതേ സമയം തന്നെ വേറൊരാൾ കമൻറ്റ് ഇടാറുണ്ട്, നീ ഇപ്പോൾ കുരങ്ങിയെ പോലെ ഉണ്ട്. മേ ബി അയാൾക്ക് എന്നെ കാണുമ്പോൾ കുരങ്ങിനെ പോലെ ആയിരിക്കും തോന്നുന്നത്. സോ അത് ഓരോരുത്തരുടെ കാഴ്ചയുടെ കണ്ണിൻ്റെ കാഴ്ചയാണ്. അപ്പം അയാളുടെ ഭംഗിയെ നമ്മൾ കുറ്റം പറയുന്നേക്കാളും അല്ലെങ്കിൽ ആ ഒരു ക്രിട്ടിസൈസ് ചെയ്യുന്നേക്കാളും എനിക്ക് തോന്നുന്നു അയാളുടെ കാഴ്ചയാണ് നമ്മൾ ഇത് ചെയ്യാനുള്ള എന്ന് എനിക്ക് തോന്നുന്നു. കുറ്റം പറയല്ല, അയാളെയാണ് നമ്മൾ ഓക്കെ നിങ്ങളുടെ കാഴ്ച ശരിയല്ലാത്തതുകൊണ്ടാണ് എന്ന് പറയേണ്ടതെന്നും എനിക്ക് തോന്നുന്നു. ഇത് എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് ഇതിൽ പലർക്കും യോജിക്കാൻ പറ്റാത്തതുകൊണ്ടായിരിക്കാം. സോ അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾക്ക് എന്ത് വേണോ ചിന്തിക്കാൻ. നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ മൈൻഡ് നിങ്ങളുടെ മാത്രം സ്വന്തമാണ്, എൻ്റെ സ്വന്തമല്ല, എൻ്റെത് എനിക്ക് സ്വന്തം. ഓക്കെ, അപ്പോൾ അങ്ങനെ കുറേ കാലങ്ങൾ ഇപ്പം എനിക്ക് റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുണ്ട്, ഞാൻ റിലേഷൻഷിപ്പിൽ കടന്നു പോയിട്ടുണ്ട്, എനിക്ക് ഹാർട്ട് ബ്രേക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ കരഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ
ചതിക്കപ്പെട്ടപ്പോഴാണ് ഞാൻ ഏറ്റവും കൂടുതൽ, കാരണം ഒരു റിലേഷൻഷിപ്പ് അല്ല, ഒരു ഫ്രണ്ട്ഷിപ്പ് അല്ല, ബേസിക്കായിട്ട് എനിക്കൊരു ട്രസ്റ്റ് വേണം. ഏതൊരു ബന്ധവും മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്കൊരു ട്രസ്റ്റ് വേണം. എനിക്കിപ്പം എൻ്റെ മീനാക്ഷിയുടെ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഏകദേശം ഞാൻ അവളുടെ 13 വയസ്സ് മുതലുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഞങ്ങൾക്കിപ്പം എന്താ 27 കംപ്ലീറ്റ് ആവാൻ പോകുന്നു. അപ്പം ഞങ്ങൾക്ക് ആ ഒരു ബേസിക് ആയിട്ടുള്ളൊരു ഫ്രണ്ട്ഷിപ്പ് വേണം, ട്രസ്റ്റ് ഉള്ളൊരു ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം ഞാൻ എപ്പോഴും വിശ്വസിക്കുന്നത് ട്രസ്റ്റ് ഇല്ലാതെ ഒരു റിലേഷൻഷിപ്പും വർക്കാവില്ല എന്നാണ്. അപ്പം എനിക്ക് ട്രസ്റ്റ് ഇല്ലാതെ എനിക്ക് ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കാൻ പറ്റില്ല. ഞാൻ ജസ്റ്റ് പറയുന്നതേ ഉള്ളൂ. ഞാൻ ചീറ്റിങ് ഞാൻ കണ്ടു, ഞാൻ അവരുടെ പലതും കണ്ടു. പക്ഷേ ഞാൻ ലൈക്ക് എൻ്റെ അടുത്ത് ഇനി ആവർത്തിക്കാമെന്ന് പറഞ്ഞ് ഞാൻ കൂടെ നിന്നിട്ടും എനിക്ക് ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. എനിക്ക് ആ ട്രസ്റ്റ് ഇഷ്യൂസ് എനിക്ക് മേക്കപ്പ് ചെയ്തിറക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എനിക്കത് പറ്റിയില്ല. കാരണം എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഇഷ്യൂ ആണ് ഗൈസ്, അതിൻ്റെ ഡ്രോബാക്ക് ആണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അല്ലെങ്കിൽ ഞാൻ കടന്നു വന്ന ഒരു ബാല്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഞാൻ കടന്നു വന്ന ഈ പീരീഡിൻ്റെ ആണെന്ന് അറിഞ്ഞുകൂടാ. എനിക്ക് നല്ല ട്രസ്റ്റ് ഇഷ്യൂസ് ഉള്ള ഒരാളായിരുന്നു ഞാൻ. കാരണം എനിക്ക് ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. കാരണം ഇപ്പം എന്നെ പറ്റിക്കാൻ ഭയങ്കര എളുപ്പമാണ്. അതായത് ഇപ്പം എൻ്റെ അടുത്ത് ഒരാൾ പറയാണ്, എടി ഞാൻ ഇന്ന് എനിക്ക് ഫുഡ് കഴിക്കാൻ, എൻ്റെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പൈസയില്ല, എനിക്കൊരു 6000 രൂപ അയച്ചു തരുമോ, 7000 രൂപ അയച്ചു തരുമോ എന്നൊക്കെ ചോദിച്ചാൽ ഓഫ്കോഴ്സ് ഞാൻ അത് ചിന്തിക്കാതെ എൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ അയച്ചു കൊടുക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ എവിടെയെങ്കിലും ഒപ്പിച്ച് ഞാൻ അയച്ചു കൊടുക്കും. ഞാൻ അവിടെ ആലോചിക്കുന്നില്ല. ഒരാൾക്ക് ഒരു നേരത്തെ ഫുഡിന് വിശപ്പ് മാറ്റാൻ ഒരു 10-300 രൂപ അല്ലെങ്കിൽ മേ ബി ഒരു 100 രൂപ ആവശ്യം ഉണ്ടായിരിക്കുള്ളൂ. പക്ഷേ ഞാൻ എന്നെ ഭയങ്കര ഈസി ആയിരുന്നു ഒരു പീരീഡിൽ ചതിക്കാനും പറ്റിക്കാനും, ഭയങ്കര ഈസി ആയിരുന്നു. ഞാനിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞില്ല. ബിക്കോസ് എന്നെ ഒരാൾ ചതിക്കണമെന്നുണ്ടെങ്കിൽ, എന്നെ ഒരാൾ പറ്റിക്കണമെന്നുണ്ടെങ്കിൽ അത് ഞാനായിട്ട് ഉണ്ടാക്കി കൊടുത്തൊരു വേ ആണ്, അല്ലെങ്കിൽ ഞാനായിട്ട് നിന്ന് കൊടുത്തോണ്ട ഒരിതാണ്. അപ്പം ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല. ഇപ്പം ഇന്ന് ആലോചിക്കുമ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളായിട്ട് നമുക്ക് കുറച്ച് റിയലൈസേഷൻ വരുമല്ലോ. ഓക്കെ, അന്ന് അങ്ങനെ നന്നായി, അന്ന് അങ്ങനെ നടന്നുകൊണ്ടാണല്ലോ ഇന്ന് എനിക്ക് ഇങ്ങനെ ഇരിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ എൻ്റെ ലൈഫിലോട്ട് വന്നത് എന്നൊക്കെ എനിക്ക് തോന്നിയൊരു ടൈമുണ്ട്. ലൈക്ക് നമ്മുടെ ഈ ഹാർട്ട് ബ്രേക്ക് കൂടെയൊക്കെ കടന്നു പോയും പല ടൈപ്പ് മൊമെൻറ്റിൽ കൂടെ കടന്നു പോകുമ്പോഴും നമ്മളിങ്ങനെ കരയുമല്ലോ. നമ്മൾ കരയുമ്പോൾ നമ്മുടെ ലൈഫിൽ കുറച്ച് ഇത് കാണും. നമ്മളടുത്ത് തന്നെ സ്വയം കുറ്റപ്പെടുത്തി, നമ്മളെ തന്നെ എന്തിനായിരുന്നു നിനക്ക് വല്ല ആവശ്യം ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ നമ്മൾ ദൈവത്തിനോട് ചോദിക്കും. ഇപ്പം വിശ്വാസം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു എനർജിയിൽ വിശ്വസിക്കുന്നു. ഞാൻ ആ ഒരു എനർജിയിൽ ഞാൻ മറ്റേ ബലിയോ അങ്ങനത്തെ നരബലി ആ ടീംസൊന്നുമല്ല. ഞാൻ ഒരു എനർജിയിൽ വിശ്വസിക്കുന്നു. ആ ഒരു എനർജിയിൽ ആരുമില്ല എന്നുള്ള തോന്നണ മൊമെന്റ്സിൽ എനിക്കെന്തോ പറയാൻ, എനിക്ക് ഇങ്ങനെ തട്ടി ഉണർത്തി എണീര്, നീ ഇങ്ങനെ കിടന്നാൽ ശരിയാവില്ല, നീ ഇങ്ങനെ എന്നാ ഓക്കെ ആവില്ല, നീ എണീക്ക്, നീ അങ്ങനെ തോറ്റു കൊടുക്കേണ്ട ഒരാളല്ല എന്നെ എനിക്ക് അങ്ങനെ ഒരു എനർജി തരുന്ന കുറച്ച് സ്ഥലങ്ങളുണ്ട്, അല്ലെങ്കിൽ കുറച്ച് സ്പിരിച്വൽ സംഭവമുണ്ട് ഗൈസ്. അപ്പോൾ അങ്ങനെ ഞാൻ വിശ്വസിച്ചിരുന്ന, അല്ലെങ്കിൽ ഞാൻ ദൈവങ്ങളോട് ചോദിക്കുന്നത്, എനിക്ക് മാത്രം എന്തിനാ ഇങ്ങനെ തരണേ, ഞാൻ ലൈഫിൽ അങ്ങനെ ഞാൻ ഒന്നത്തെ ഒരാളെന്ന് പറയണം. ഞാൻ അങ്ങനെ അമ്പലങ്ങളിൽ കയറി ദൈവമേ എനിക്ക് ഇന്നത് തരണം, ഞാൻ അങ്ങനെ പ്രാർത്ഥിക്കില്ല. എനിക്ക് ഇന്നത് വേണമെന്ന് പ്രാർത്ഥിക്കുന്നേക്കാളും ഞാൻ പറയാറുണ്ട്, എൻ്റെ ലൈഫിൽ ഇങ്ങനെയൊക്കെയാണ് നടക്കുന്നത്, എനിക്കറിയാം എൻ്റെ ലൈഫിൽ ഇനി ഒരുപാട് ഇത് വരും, അപ്പോൾ എനിക്ക് ഇതൊക്കെ തരണം ചെയ്യാനുള്ള ശക്തി തരണം. ഞാൻ എപ്പം വീണു പോകുന്നു തോന്നണം അപ്പം എന്നെ എണീപ്പിച്ച് നിർത്താൻ പറ്റണേ എന്നേ, അല്ലെങ്കിൽ എനിക്കൊരു കൈ തരണേ, എനിക്ക് എണീറ്റ് വരാൻ സ്വയം പറ്റിയില്ലെങ്കിലും എനിക്ക് എണീറ്റ് വരാൻ പറ്റണേ, അല്ലെങ്കിൽ എന്നെ ഒന്ന് താങ്ങിക്കോണേ എന്നേ ഞാൻ പ്രാർത്ഥിക്കാറുള്ളൂ. അല്ലാതെ എനിക്ക് ഇന്നത് വേണമെന്ന് സ്റ്റിൽ നോ ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല. വീടിൻ്റെ കേസായാലും ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളത്, എനിക്ക് ഒരു വീട് വയ്ക്കണമെന്ന് ആഗ്രഹമുണ്ട്. ഞാൻ ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡിയാണ്. പക്ഷെ ഡൗൺ ആയി പോകാൻ മൊമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ ആ മൊമെൻറ്റ്സിൽ എൻ്റെ കൂടെ ഉണ്ടാവണം. എനിക്ക് വേറെ എന്നെ ഉണർത്തി വിടാനോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ എനിക്ക് ആരുമില്ല. സോ എൻ്റെ കൂടെ നിൽക്കണേ എന്നുള്ള പ്രാർത്ഥനകൾ മാത്രമേ എനിക്ക് ഉണ്ടായിട്ടുള്ളൂ. പക്ഷേ മേ ബി എൻ്റെ പ്രാർത്ഥനകൾ അല്ലെങ്കിൽ എൻ്റെ സംസാരങ്ങൾ ദൈവം വളരെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരിക്കാം. അതുകൊണ്ടായിരിക്കാം മേ ബി സ്റ്റിൽ നൗ കൂടെ ഉണ്ട് പുള്ളിക്കാരൻ. അല്ലെങ്കിൽ ആ പറയുന്ന ഒരു സോഴ്സ് ഓഫ് എനർജി എനിക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പല മൊമെൻറ്റ്സിലും ഞാൻ എന്നെ ഒറ്റപ്പെട്ട് നിന്ന മൊമെൻറ്റ്സിൽ, അതായത് ഒറ്റപ്പെടുന്ന പറയുമ്പോൾ നമ്മൾ വിചാരിക്കൂലേ ചെറിയൊരു നമ്മൾ ഒറ്റയ്ക്കുള്ള റൂമിൽ ഒറ്റപ്പെടുന്ന, അങ്ങനെയല്ല ഗൈസ്. നമ്മൾ ഏറ്റവും കൂടുതൽ വേദനിക്കാൻ എപ്പോഴാണെന്ന് അറിയും, നമ്മൾ ഒരു ആൾക്കൂട്ടത്തിൽ നമ്മൾ ഒറ്റപ്പെടുന്ന, നമ്മളേടെന്നും പറഞ്ഞ് പ്രിയപ്പെട്ടതാണെന്നും പറഞ്ഞ് കണ്ട മനുഷ്യരുടെ ഇടയിൽ നമ്മൾ ഒറ്റപ്പെടുന്ന മൊമെൻറ്റ്സ് ഉണ്ട്.
ആ മൊമെൻറ്റ്സിലാണ് നമ്മൾ ഭയങ്കരമായിട്ട് ഹേർട്ടാവണത്. അപ്പം ആ സമയത്തൊക്കെ എനിക്ക് ഫീൽ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, നീ വിഷമിക്കണ്ട, അല്ലെങ്കിൽ സങ്കടപ്പെടണ്ട, നീ അങ്ങനെ സങ്കടപ്പെട്ട് വിഷമിക്കേണ്ട ഒരാളല്ല, അങ്ങനെയൊക്കെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. മേ ബി ഞാൻ അങ്ങനെ എൻ്റെ മൈൻഡിനെ സെറ്റാക്കി എടുത്തതായിരിക്കാം. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഈസ്. അപ്പം ഞാൻ കൂടുതലും അങ്ങനെയാണ് ഞാൻ ലൈക്ക് ഇങ്ങനെ വിചാരിക്കുന്നത്. എൻ്റെ ലൈഫിലൊരു ഇത് നടന്നപ്പോൾ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്തിനാ എൻ്റെ അടുത്ത് ഇങ്ങനെ കാണിച്ചേ, എല്ലാം അറിയാമെങ്കിൽ പിന്നെ എന്തിനാ എൻ്റെ ലൈഫിൽ ഇങ്ങനെ കൊണ്ടുവന്നത്. ഞാൻ ഇങ്ങനെ സ്വയം ചോദിച്ച് ഓഫ് കോഴ്സ് എല്ലാ മനുഷ്യരുടെ ലൈഫിലും കാണും ഇങ്ങനെ ഒരു മൊമെൻറ്റ്സ്. നമ്മളെ തന്നെ, അതായത് നീ വരുത്തി വെച്ചല്ലേ, നിനക്ക് ഒരാവശ്യം ഉണ്ടല്ലോ, നീ അങ്ങോട്ട് പോവാതിരുന്നാൽ പോരെ എന്ന് നമ്മൾ സ്വയം നമ്മളെ തന്നെ പഴിച്ച് ചിന്തിച്ച് കുറ്റം പറഞ്ഞ് ഓവർ തിങ്ക് ചെയ്ത് നമ്മൾ ഡൗൺ ആവണം. നമ്മൾ ഒരു ടൈമിൽ നമ്മൾ നമ്മുടെ അടുത്ത് തന്നെ ചോദിക്കും, എന്തിനായിരുന്നു അത്രയധികം ഒരു സിൻസിയറിറ്റി കാണിക്കാൻ പോയത്, എന്തിനായിരുന്നു, നമ്മൾ സ്വയം ചോദിക്കുന്ന ഒരു മൊമെന്റ് വരും. അപ്പൊ അങ്ങനെ മൊമെന്റ് വരുമ്പം ഞാൻ വിഷമിച്ചിട്ടുണ്ട്. എനിക്കൊരു കാര്യം അറിയാം, ഈ നിമിഷവും കടന്നു പോവും, ഇതിലും നല്ല മനോഹരമായൊരു നിമിഷം ലൈഫിൽ കടന്നു വരും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കാരണം എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം, എപ്പോഴും പോസിറ്റീവായിട്ട് മുമ്പോട്ട് പോകണം. എനിക്കതായിരുന്നു ബേസിക്കായിട്ട് വേണ്ട ഒരു കാര്യം. ഇപ്പം ഞാൻ മേ ബി എൻ്റെ ഹോപ്പാണോ, അല്ലെങ്കിൽ എൻ്റെ മാനിഫെസ്റ്റേഷൻ ആണോ, അല്ലെങ്കിൽ ഇക്കഴിഞ്ഞ കാലങ്ങളിൽ ഞാൻ ദൈവങ്ങൾ അല്ലെങ്കിൽ ആ ഒരു എനർജിയോട് ഞാൻ പ്രാർത്ഥിച്ചതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എൻ്റെ അമ്മ പറയും, ഞാൻ പ്രാർത്ഥിച്ചേക്കാളും അമ്മു ഇത് നീ പ്രാർത്ഥിച്ച്, ഇപ്പം അമ്മ എൻ്റെ അടുത്ത് പറയും, എടി നീ പ്രാർത്ഥിച്ചല്ല, ഇത് ഞാൻ ആഗ്രഹിച്ചതാണ്, എൻ്റെ മോക്ക് ഇങ്ങനെ ഒരാൾ ലൈഫിൽ വന്നാൽ അവൾ ഹാപ്പി ആയിട്ടായിരിക്കും എന്ന് ഞാൻ പ്രാർത്ഥിച്ചത് കൊണ്ടാണ് ഇന്ന് എൻ്റെ ലൈഫിൽ ഒരാൾ വന്നത്. സോ അതിൽ നമ്മൾ ഇത്രയും നാൾ നമ്മളെ ഒരു മിസ്സിങ് പീസ് കാണുമല്ലോ ഗൈസ്. ഓഫ് കോഴ്സ് നമ്മളെ ഒരു ബ്രേക്കപ്പിലൂടെയൊക്കെ കടന്നു പോയ ഒരാൾക്കാണെങ്കിൽ മനസ്സിലാവും, ഒരു മിസ്സിങ് പീസ് കാണും നമ്മുടെ ഉള്ളിൽ. നമുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ഫാമിലി ഉണ്ട്, നമ്മളെ കരിയർ ഉണ്ട്, നമ്മൾ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട് അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ഒരു മിസ്സിങ് പീസ് കാണും. ആ മിസ്സിങ് പീസ് വരുമ്പോൾ എനിക്ക് ഫീൽ ചെയ്തത് നമ്മൾ ഭയങ്കര ട്രാൻസ്പെറൻ്റ് ആയിപ്പോവും, ഭാരങ്ങളില്ലാതെ. ഇപ്പം എന്തോ പറയാം ഗൈസ്, ഭാരങ്ങളില്ലാതെ നമ്മളിങ്ങനെ ഒരു ജെല്ലി ഫിഷിനെ പോലെ, അല്ലെങ്കിൽ നമ്മളിങ്ങനെ ഈ ഒഴുകി നടക്കുമെന്ന് പറയില്ല, അങ്ങനത്തെ ഒരു സംഭവം നമുക്ക് നമ്മുടെ ലൈഫിൽ വരും. ഓക്കെ, ഞാൻ ഈ ലൈഫിൽ നിങ്ങൾക്കിപ്പോൾ എന്നെ കഴിഞ്ഞ കുറേ കാലം, ഒരു 5 വർഷമായിട്ട് നിങ്ങൾക്ക് എന്നെ അറിയാം. അപ്പം ഞാനെന്ന് പറയുന്ന ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുള്ളതായിരിക്കും. എൻ്റെ ഫാമിലി, എനിക്കൊരു അത്യാവശ്യം നല്ല റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. അപ്പം ഞാൻ എൻ്റെ ഫാമിലി അറിയിക്കാറില്ല. ലൈക്ക് ഞാൻ കടന്നു പോയിട്ടുള്ള എൻ്റെ എക്സ്ട്രീം വേഴ്സ്റ്റായിട്ട് ഞാൻ തകർന്ന് തരിപ്പാണ്, മെൻ്റലിയും ഫിസിക്കലിയും ഒക്കെ ഞാൻ മോശമായിട്ട് പൊയ്ക്കൊണ്ടിരുന്നൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലൊന്നും ഞാൻ ആരും ഒന്നും അറിയിച്ചിട്ടില്ല. അപ്പം ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട്, എനിക്ക് ഇങ്ങനെ എന്തോ എന്നെ ടേക്ക് കെയർ ചെയ്യണ്ട, ബിക്കോസ് എന്നെ നോക്കാൻ എനിക്കറിയാം, ഒരാളും എന്നെ നോക്കണമെന്നില്ല. പക്ഷേ എനിക്കൊരു സ്ട്രോങ് ആയിട്ടുള്ള, ഒരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു ചുമര് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ച് നേരം ഒന്ന് ചായയായിരുന്നു എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. സോ അത് വളരെ പെയിനിൽ കൂടെ പോയതിന് ശേഷമാണ് വളരെ വൾണറബിൾ, എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും വൾണറബിൾ ആയിട്ടുള്ളൊരു ടൈമിൽ കൂടെ പോയിട്ടില്ല. എനിക്ക് എന്നെ തന്നെ ഇമോഷണലി കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത, എനിക്ക് എവിടെ ഇറങ്ങിയാലും ഞാൻ കരയും, എവിടെ ഇറങ്ങിയാലും എനിക്ക് പറ്റാത്തൊരവസ്ഥയിൽ കൂടെ ഞാൻ പോയിട്ടുണ്ട്. മേ ബി ആ അവസ്ഥയിൽ കൂടെ പോവണം എന്ന് വിധി ഉണ്ടായിരിക്കും. ഞാൻ ആ അവസ്ഥയിൽ കൂടെ പോയാലേ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു തിങ് എൻ്റെ ലൈഫിൽ വരുമ്പോൾ എനിക്കത് ഹാപ്പി ആയിട്ട്, അതെനിക്ക് അത്രയും ഇതായിട്ട് എനിക്ക് പറ്റും, അല്ലെങ്കിൽ അതിൻ്റെ വാല്യൂ എനിക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള ഒരു ജേണി ആയിരുന്നിരിക്കുക. ഞാൻ ഇപ്പം അങ്ങനെയാണ് വിശ്വസിക്കുന്നത്. കാരണം ഇന്ന് വളരെ ഗ്രേറ്റ്ഫുള്ളായിട്ട് ഫീൽ ചെയ്യാണ് ഈ നടന്നതിനും എല്ലാത്തിനും, കരഞ്ഞതിനും ചതിക്കപ്പെട്ടതിനും മാനിപ്പുലേറ്റ് ചെയ്തതിനും ചീറ്റ് ചെയ്തതിനും എല്ലാത്തിനും നന്ദി മാത്രമേ ഉള്ളൂ. എല്ലാവരുടെ അടുത്തും സ്റ്റിൽ എൻ്റെ ലൈഫിൽ വന്നു പോയ മനുഷ്യരുടെ അടുത്ത്, എൻ്റെ കൂടെ നിന്ന മനുഷ്യരുടെ അടുത്ത്, ഞാൻ ഏറ്റവും വൾണറബിൾ ആയിട്ടുള്ള നിന്ന സിറ്റുവേഷനിൽ എന്നെ മനസ്സിലാക്കി നിന്ന കുറച്ച് ആൾക്കാരുണ്ട്. അവരുടെ അടുത്ത് എനിക്ക് എങ്ങനെ നന്ദി പറഞ്ഞാലും എനിക്ക് മനസ്സിലാവൂല.
എങ്ങനെ പറഞ്ഞാൽ മനസ്സില്ല. അപ്പോൾ സ്റ്റിൽ എൻ്റെ കൂടെ നിന്ന കുറേ മനുഷ്യരുണ്ട്. അപ്പോൾ ആ മനുഷ്യരടുത്തൊക്കെ ഇന്ന് എനിക്ക് നന്ദി മാത്രമേ ഉള്ളൂ. എന്നെ വിളിച്ചാൽ ഞാൻ ഫോൺ എടുക്കാത്തൊരു ടൈമുണ്ട്, ഞാൻ വീട്ടിൽ നിന്ന് വെളിയിറങ്ങാത്തൊരു ടൈം ഉണ്ടായിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ എന്നെ മനസ്സിലാക്കി മനസ്സിലാക്കാത്ത ആൾക്കാരും ഉണ്ട്, അതേപോലെ തന്നെ മനസ്സിലാക്കി എന്നെ ചേർത്ത് പിടിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അവരടുത്തൊക്കെ ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ് ഈ ഒരു മൊമെൻറ്റിൽ. കാരണം എനിക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് അറിയില്ല. ബിക്കോസ് ഞാൻ കടന്നു പോയത് കുറച്ച് അത്യാവശ്യം വലിയ മുറിവുകളിൽ കൂടെയാണ് പോയത്. പക്ഷെ ഇന്ന് ആ മുറിവുകൾ ഞാൻ സ്വന്തമായിട്ട് ഉണക്കി. അത് തന്നെ എൻ്റെ ഏറ്റവും വലിയ കാര്യമാണ്. കാരണം എനിക്കിപ്പം കല്യാണം എന്നുള്ളത് സംഭവം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കല്യാണം കഴിക്കാൻ റെഡിയാണ്. പക്ഷേ ദ കണ്ടീഷൻ നമ്പർ 1 എനിക്കെന്ന് പറയുന്നത്, ഞാൻ എപ്പോഴാണോ ഫിനാൻഷ്യലി ഓക്കെ ആവുന്നത്, ഫിസിക്കലി മെൻ്റലി ഓക്കെ ആവുന്നത്, അപ്പോഴേ ഞാൻ കല്യാണം കഴിക്കുള്ളൂ എന്നുള്ളത്. ടച്ച് വുഡ്, ഞാൻ ഫിനാൻഷ്യലി ഓക്കെയാണ്. ആൻഡ് മെൻ്റലി ആൻഡ് ഫിസിക്കലി ഞാൻ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ ഓക്കെ അല്ലായിരുന്നു. അത്യാവശ്യം നല്ല കുറച്ച് ഇഷ്യൂസ് ഉണ്ടായിരുന്നു. നിങ്ങൾ എന്നെ പല ടൈമിൽ കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ ഉണങ്ങി ഒരു പരുവായി ഇരുന്ന സമയം ഉണ്ടായിരുന്നു. എനിക്ക് ഒട്ടും ഞാൻ ഓക്കെ അല്ലാത്ത ടൈമുകളുണ്ടായിരുന്നു. ആൻഡ് മെൻ്റലി ഞാൻ ഓക്കെ അല്ലാത്ത ടൈമിൽ ഞാനൊരു കല്യാണത്തിനെ കുറിച്ച് എടുത്ത് ചാടാനോ കല്യാണം എന്ന് ചിന്തിക്കാൻ ഞാൻ ഓക്കെ അല്ലായിരുന്നു. അപ്പം ഞാൻ തെറാപ്പിക്ക് പോയി. സ്റ്റിൽ ഞാൻ തെറാപ്പിക്ക് പോകുന്നുണ്ട്. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ഞാൻ എന്നെ തന്നെ, എനിക്ക് ഒന്നാമത്തെ മെയിനായിട്ടുള്ള ആഗ്രഹം എന്ന് പറയുന്നത്, എൻ്റെ മുറിവുകൾ അതെനിക്ക് സ്വയം ഉണക്കിയെടുക്കണം. എനിക്ക് ഒരാളുടെ ഹെൽപ്പും ഇല്ലാതെ എനിക്ക് സ്വയം ഉണക്കിയെടുക്കണം എന്നുള്ളത് എൻ്റെ ആഗ്രഹമായിരുന്നു. സോ അങ്ങനെ എൻ്റെ മുറിവുകൾ ഞാൻ സ്വയം ഉണക്കി. ഞാൻ മെൻ്റലി ഓക്കെ ആയതിനു ശേഷമാണ് കല്യാണം കഴിക്കാം എന്നുള്ള തീരുമാനം എടുത്തത്. ആൻഡ് എനിക്കറിയാം നിങ്ങളിൽ പലർക്കും ഇപ്പം ഡൗട്ട് ഉണ്ടായിരിക്കും, ചേച്ചി ഇതെങ്ങനെയാണ്, ലവ് മാരേജ് ആണോ അറേഞ്ച് മാരേജ് ആണോ ഒക്കെ. സത്യം പറഞ്ഞാൽ ഗൈസ്, ഞാൻ ഇത്രയും നാളെ എനിക്ക് ലവ് മാരേജ് വേണം, എനിക്ക് ലവ് മാരേജില്ലാതെ പറ്റൂല എന്ന് പറഞ്ഞ് ഞാനിപ്പോൾ അറേഞ്ച് മാരേജ് ആണ്. The thing is, I am going to do an arranged marriage with my best friend. Yes. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിനെയാണ് കല്യാണം കഴിക്കാൻ പോകുന്നത്. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഈ പുള്ളിക്കാരൻ ഒരിക്കലും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലായിരുന്നു. പക്ഷേ കാലക്രമേണ എനിക്ക് അറിഞ്ഞൂടാ, പെട്ടെന്നങ്ങ് സിങ്കായി. ഞങ്ങൾ രണ്ടുപേരും ഒരു വള്ളത്തിലല്ല, ഒരു പുഴയിൽ ഒരേ ദിക്കിൽ സഞ്ചരിച്ച ആൾക്കാരാണ്. അതായത് സിമ്പിളായിട്ട് പറയണമെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും ഗോ ത്രൂ ചെയ്ത പെയിൻ എന്ന് പറയുന്നത് സെയിം ആണ്. വിഷമങ്ങൾ അല്ലെങ്കിൽ ഞങ്ങളുടെ ഈ രണ്ടുപേരെ ലൈഫ് ടൈമിൽ ഞങ്ങൾ രണ്ടുപേരും, ഇപ്പം ഞാൻ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ ഇവിടെ നിന്ന് പോകുന്നു ഒരേ പെയിനിൽ കൂടെ, ഇയാൾ ഇവിടെ നിന്ന് പോകുന്നു ഒരേ പെയിനിൽ കൂടെ, ഒരു ടൈമായപ്പോൾ ഞങ്ങൾ ഇവിടെ എത്തി എന്നുള്ളതാണ് സത്യം. അപ്പം ഞങ്ങൾ പെട്ടെന്ന് കണക്റ്റായി. കാരണം ഞങ്ങൾ സംസാരിക്കുമായിരുന്നു, പക്ഷെ ഭയങ്കര ഡീപ്പായിട്ട് സംസാരിക്കുമോ വെച്ചാൽ ഇല്ല. ഞാൻ അങ്ങനെ ഡീപ്പായിട്ട് അങ്ങനെ ആരുടെ സംസാരിക്കാത്ത ഒരാളാണ്. ഡീപ്പ് കോൺവെർസേഷൻസ് ഞാൻ വളരെ പ്രിയപ്പെട്ടവരുമായിട്ട് മാത്രമേ ഞാൻ ഡീപ്പ് കോൺവെർസേഷനിൽ ഇരിക്കുകയുള്ളൂ. ഞാൻ ഭയങ്കര പെട്ടെന്ന് കണക്റ്റായി. പിന്നെ അങ്ങോട്ടുള്ള കോൺവെർസേഷൻസ് ഡീപ്പായി. ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിനായിട്ടുള്ളത് ആ ഫ്രണ്ട്ഷിപ്പാണ്. അപ്പം ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. കല്യാണം എന്നുള്ളതിലെത്തുമ്പോൾ ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിനെ അത് ബാധിക്കാൻ പാടില്ല. ഞാനിപ്പോൾ കണ്ടിട്ടുണ്ട് ഫ്രണ്ട്സുകൾ കല്യാണം കഴിച്ച് അവരുടെ ഫ്രണ്ട്ഷിപ്പ് പോലും ഇല്ലാതെ അവർ ഇരിക്കുന്നത്. പക്ഷേ എനിക്ക് ബേസിക്കായിട്ട് ഞങ്ങളുടെ ആഗ്രഹം ഈ ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് ഞങ്ങൾ കല്യാണം കഴിക്കുന്നു, ഫൈൻ, അങ്ങനെ നിന്നോട്ടെ. പക്ഷേ പരസ്പരം പേടിയില്ലാതെ എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു പ്ലേസ് ആയിരിക്കണം എന്ന് ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്നു. അപ്പം അത്രേ ഉള്ളൂ ഗൈസ്. അപ്പം ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. യെസ്, ഐ എം ഗെറ്റിംഗ് മാരീഡ്. ഇപ്പം മെയിനായിട്ട് ഒരു ആഗ്രഹം വെച്ചാൽ, ഇപ്പം കല്യാണം എന്ന് പറയുമ്പോൾ ഞാൻ ഓൾറെഡി ഒരു കോൺസെപ്റ്റ് പറഞ്ഞല്ലോ ഗൈസ്. എൻ്റെ 18ാമത്തെ വയസ്സിൽ എനിക്ക് അങ്ങനെയായിരുന്നു ആഗ്രഹം. പക്ഷെ ഇന്ന് എൻ്റെ 27ാമത്തെ വയസ്സിൽ എൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് എ കോൺസെപ്റ്റ്, എൻ്റെ ഒരു പാർട്ട്ണറിൻ്റെ തന്നെ എല്ലാവർക്കും ഈ കോൺസെപ്റ്റ് ആയിരിക്കണമെന്നില്ല. എൻ്റെ കോൺസെപ്റ്റ് ഞാൻ പറഞ്ഞുതരാം. എൻ്റെ ഒരു ബേസിക് ഉള്ളതാണ്, എനിക്കൊരിക്കലും ചതി എനിക്ക് പറ്റൂല. കാരണം അതെന്നെ തരിപ്പണാക്കുന്ന ഒരു കാര്യമാണ് ചതി എന്ന് പറയുന്നത്. സോ ചീറ്റിങ്, അപ്പം ആ ഒരു പെയിനിൽ കൂടെ കടന്നു വന്ന ഒരാളായതുകൊണ്ട് ഈ പെയിൻ എന്തായിരിക്കും എന്നുള്ളത് പുള്ളിക്ക് അറിയാം. അപ്പം ഒരു റിലേഷൻഷിപ്പ് ഇരിക്കുമ്പോൾ ചീറ്റിങ് എന്ന് പറയുന്നത് ഭയങ്കര പെയിൻഫുൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പം
എനിക്ക് ബേസിക് ആയിട്ട് പറഞ്ഞാൽ ചതിക്കാൻ പാടില്ല. ആൻഡ് എൻ്റെ ഫാമിലി എന്ന് പറയുന്ന ഒരു ഫാമിലി ഞാൻ വളരെ കഷ്ടപ്പെട്ട് ഞങ്ങളത് വർക്കൗട്ട് ചെയ്ത് നന്നായിട്ട് കൊണ്ടുവന്നുള്ളൂ. അപ്പോൾ അതിലോട്ട് ഒരാൾ വരുമ്പോൾ അത് നശിപ്പിക്കുന്ന ഒരാളാവരുത്, അതിനോടൊപ്പം നിൽക്കാൻ പറ്റുന്ന ഒരാളായിരിക്കണം. ഓഫ് കോഴ്സ് അയാളുടെ ഫാമിലിക്ക് ഞാൻ അങ്ങനെ ആയിരിക്കും. നശിപ്പിക്കുന്ന ഒരാൾക്ക് എനിക്ക് താല്പര്യമില്ല. കാരണം ഞാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞാൽ എനിക്ക് കല്യാണം കഴിഞ്ഞ് എനിക്ക് ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പോകണം. അവിടെ അമ്മായി അമ്മ, അമ്മായി അച്ഛൻ അവിടെ ഉള്ളെങ്കിൽ എല്ലാവരുമായിട്ട് കടിച്ചു പൊളിച്ച് അവരുമായിട്ടൊക്കെ അടിച്ചു പൊളിച്ച് നിൽക്കണം എന്നൊക്കെയാണ് ഞാൻ ആഗ്രഹിച്ചത്. പക്ഷെ എനിക്ക് അങ്ങനെ വന്ന് ചേർന്നിട്ടില്ല. പക്ഷെ റൈറ്റ് നൗ ഞാൻ ആഗ്രഹിച്ച പോലൊരു ഫാമിലി എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന, ഞാൻ എന്താണോ ഞാൻ ഇതാണ് ഗൈസ്, നിങ്ങൾ ഈ കാണുന്ന ഞാൻ ഇതാണ്. അതായത് എനിക്ക് മുഖം മൂടിയില്ല, നിങ്ങൾ ഈ കാണുന്ന ഞാൻ എന്താണ്. നിങ്ങൾക്കുള്ള മുഖം മൂടി എന്ന് പറയുന്നത് ഞാൻ കരയാറുണ്ട്. ആ കരയണത് ഞാൻ പുറത്ത് കാണിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. കാരണം ഞാൻ കരയുന്ന ആരും കണ്ടിട്ടില്ല. ഞാൻ കരയുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ എക്സ്ട്രീം സിറ്റുവേഷനിൽ ഈ കഴിഞ്ഞ കുറച്ച് എൻ്റെ വീട്ടുകാരെ കണ്ടിട്ടുള്ളൂ. അല്ലാതെ ഞാൻ അങ്ങനെ എല്ലായിടത്തും പോയില്ല. കാരണം ഞാൻ എൻ്റെ കണ്ണീരിന് ഒരു വാല്യൂ കൊടുക്കുന്ന ഒരാളാണ്. കരയുന്നുണ്ടെങ്കിൽ അത് ഡിസേർവ് ചെയ്യുന്ന, നിങ്ങളെ കണ്ണുനീര് ഡിസേർവ് ചെയ്യുന്ന, നിങ്ങളെ പെയിൻ കേൾക്കാൻ ഡിസേർവ് ചെയ്യുന്ന ഒരാളടുത്ത് നിന്ന് കരയുമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം അതുകൊണ്ട് എന്നെ ഞാനായിട്ട് അക്സെപ്റ്റ് ചെയ്യുന്ന ഞാൻ ഇതാണ്. ഞാൻ ഇപ്പം എന്തര് എന്ന് പറയുന്ന ഒരാളാണ് ഞാനിപ്പം. ഞാൻ എൻ്റെ ഡ്രസ്സിങ്, ഞാൻ നിങ്ങൾ ഈ കാണുന്നതൊക്കെയാണ് ഞാൻ ഡ്രസ്സിങ്. എൻ്റെ സംസാരം ഇതാണ്, എൻ്റെ ഫാമിലി ഇതാണ്. ഞാനൊരു സെക്യൂർഡ് ആയിട്ടുള്ള ഒരു വുമനാണ്. ഓഫ് കോഴ്സ് ഞാനൊരു സെക്യൂർഡ് വുമൺ ആണ്. ഒരു സെക്യൂർഡ് വുമണിന് എപ്പോഴും ഞാൻ ആഗ്രഹിക്കുന്ന ഒരു സെക്യൂർഡ് മെന്നാണ്. എങ്കിൽ മാത്രമേ ഒരു ഇൻസെക്യൂർഡ് ആയിട്ടുള്ള മെന്നിൻ്റെ കൂടെ നമുക്ക് ജീവിക്കാൻ ഭയങ്കര പാടാണ്. എസ്പെഷ്യലി ഒരു സെക്യൂർഡ് വുമണിന്. ഒരു ഇൻസെക്യൂർഡ് മെന്നിൻ്റെ കൂടെ നമ്മൾ ജീവിക്കുമ്പോൾ ഒരു പ്രശ്നം വെച്ചാൽ നമുക്ക് നമ്മളായിട്ട് നിൽക്കാൻ പറ്റൂല, നമുക്ക് നമ്മുടെ കാര്യങ്ങളൊന്നും നടക്കില്ല, നമ്മുടെ ആഗ്രഹങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റൂല. അയാൾക്ക് എപ്പോഴും ഇൻസെക്യൂരിറ്റീസ് ആയിരിക്കും. പക്ഷെ ഒരു സെക്യൂർഡ് മെന്നിൻ്റെ കൂടെ ആകുമ്പോൾ നമുക്ക് എന്തും തുറന്ന് പറയാം, എന്ത് ചിന്തിക്കാം, നമുക്ക് നമ്മുടേതായിട്ടുള്ള രീതിക്ക് നമുക്ക് ഹാപ്പി ആയിട്ട് പോവാം. ബേസിക്കായിട്ട് നമുക്കൊരു സമാധാനം കിട്ടും. ഒരു സമാധാനം തരുന്ന ഒരാളോട് ഉള്ളൊരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു പ്രേമം എന്ന് പറയുന്നത് അതാണ് ഏറ്റവും മനോഹരമാണെന്ന് എനിക്കിപ്പം തോന്നുന്നു. കാരണം അക്കാലത്ത് എൻ്റെ കാഴ്ചപ്പാട് വേറെയാണ്, ഇക്കാലത്ത് എൻ്റെ കാഴ്ചപ്പാട് വേറെയാണ്. കാരണം സമാധാനം തരുന്ന ഒരാളെ നമ്മൾ പ്രേമിക്കുമ്പോൾ ആ പ്രേമം ഭയങ്കര സമാധാനമായിരിക്കും. ഏറ്റവും അടിപൊളിയാവുന്നത് സമാധാനം തരുന്ന ഒരാളെ പ്രേമിക്കുമ്പോഴാണ്. ലൈക്ക് വേറൊരു കാര്യം വെച്ചാൽ പ്രയോറിറ്റി. ഓരോ മനുഷ്യരും പരിഗണിക്കപ്പെടുമ്പോഴാണ് ആ മനുഷ്യൻ അതിമനോഹരമായി ചിരിക്കുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പരിഗണന എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ആ പരിഗണന ഒരു വലിയ സംഭവമാണ് ഗൈസ്. അങ്ങനെ നിങ്ങളുടെ ഗ്ലാമി ഗംഗ അല്ലെങ്കിൽ ഗംഗ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. സോ എനിക്ക് എല്ലാവരുടെയും പ്രാർത്ഥന വേണം, എല്ലാവരുടെയും ബ്ലെസ്സിങ് വേണം, എല്ലാവരും എന്നെ അനുഗ്രഹിക്കണം. വേറൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് അത്രയും ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. സോ എനിക്കിപ്പം തോന്നിയത് റൈറ്റ് നൗ എനിക്ക് ഫീൽ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു കൂട്ട് കിട്ടിയ പോലെ, നല്ലൊരു കൂട്ട് കിട്ടിയ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. നമ്മളെല്ലാവരും കുറ്റവും കുറവുള്ള മനുഷ്യർ, എല്ലാം തികഞ്ഞ മനുഷ്യരുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ കുറ്റവും കുറവുകളും എല്ലാവരുടെ മുമ്പിലും കൊട്ടിഘോഷിച്ച് നാണം കെടുത്താതെ, അല്ലെങ്കിൽ എല്ലാവരുടെ മുമ്പിൽ കളിയാക്കാനുള്ള ഒരു ഇതായിട്ട് കാണാതെ ആ കുറ്റവും കുറവുകളും അക്സെപ്റ്റ് ചെയ്ത്, ഓക്കെ ഇവളെ ഇങ്ങനെയാണ് അല്ലെങ്കിൽ ഇവൻ ഇങ്ങനെയാണ്, നമ്മൾ അക്സെപ്റ്റ് ചെയ്ത് അയാളുടെ കുറവുകളുടെ അല്ലെങ്കിൽ അയാളുടെ മേ ബി എൻ്റെ ഹൈറ്റ് കുറവായിരിക്കും. ചിലർക്ക് എൻ്റെ ഹൈറ്റ് കുറവെന്ന് പറഞ്ഞാൽ ഞാനൊരു കുള്ളത്തിയായിരിക്കും. ചിലർക്ക് ഞാൻ എന്നും 5 അടി ഹീലിട്ടോണ്ട് നടന്നാലേ കൂടെ കൊണ്ടുനടക്കാൻ ഇഷ്ടമുള്ളവർ കാണുമായിരിക്കും. പക്ഷേ ഓക്കെ ഇവൾ ഇത്ര ഹൈറ്റ് ഉള്ളൂ, അതെനിക്ക് ക്യൂട്ടാണ്, അല്ലെങ്കിൽ അവൾ എനിക്കതാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾ വരുമ്പോഴത്തേക്ക് ഇറ്റ്സ് നൈസ്. സോ അപ്പോൾ ഞങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടി പോവാണ്. എനിക്കറിയാം നിങ്ങൾ പേര് ചോദിക്കും, അത് ചോദിക്കും. പുള്ളിക്കാരൻ ഇപ്പം എൻ്റെ കൂടെ സ്ഥലത്തില്ല. അപ്പം പുള്ളി ആസ് സൂൺ എത്തുമ്പോഴത്തേക്കും നമ്മൾ ഒരുമിച്ച് ഉണ്ടാവും ഇതേ കണക്ക് ഇങ്ങനെ. അപ്പം നിങ്ങളുടെ എല്ലാവരെയും പ്രാർത്ഥന വേണം, അനുഗ്രഹം വേണം. അതിൽ കൂടുതൽ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ആൻഡ് ഗൈസ് ദാറ്റ്സ് ഓൾ. യെസ്, ഞാൻ കല്യാണം കഴിക്കാൻ പോവുകയാണ്. അപ്പം എൻ്റെ ബേസിക് എന്ന് പറഞ്ഞൊരു കാര്യം, ഞാൻ ആദ്യമായിട്ടാണ് സമാധാനമായിട്ട് കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോണത്. 2 ഫാമിലിക്കും അടിപൊളിയാണ്, 2 ഫാമിലിയും ഭയങ്കര ഹാപ്പിയാണ്.
ഞങ്ങൾ ഹാപ്പിയാണ്. എനിക്ക് ചുറ്റും എൻ്റെ സന്തോഷം ആഗ്രഹിക്കുന്ന ആൾക്കാർ, എൻ്റെ സന്തോഷം ആഗ്രഹിക്കുന്ന ആൾക്കാരെല്ലാവരും ഹാപ്പിയാണ്. ആൻഡ് ഇത് ഞാൻ ഷെയർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. കാർത്തികേട്ടൻ ഞാൻ കല്യാണം കഴിക്കാൻ പോയപ്പോൾ കാർത്തികേട്ടനൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. അസ്വി ചേച്ചി ആണെങ്കിൽ ഇങ്ങനെ ഞാൻ കല്യാണം കഴിക്കാൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ഈ എന്താ പറയുക, എനിക്ക് അറിയണോ, എനിക്ക് സന്തോഷമായിടോ അങ്ങനെയാണ്. ഞാൻ കുറച്ച് ആൾക്കാരുടെ അടുത്ത് മാത്രമേ പറഞ്ഞുള്ളൂ. പറഞ്ഞവരുടെ അടുത്തൊക്കെ എല്ലാത്തും ഹാപ്പി ആയിരുന്നു. ശരണ്യ, കൊച്ചെറുക്കൻ, അങ്ങനെ കുറച്ച് ആൾക്കാരുടെ അടുത്ത് എൻ്റെ കുറച്ച് ഇൻസൈഡ് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടല്ലോ. പിന്നെ എൻ്റെ ഗോപിക, മീനാക്ഷി, നീതു, അഞ്ജന, ഇത്ര മാത്രമേ ഞങ്ങൾ അറിയിച്ചിട്ടുള്ളൂ. വേറെ ആരും ഇപ്പം ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് എൻ്റെ സ്വന്തം ഞാൻ ഇങ്ങനെ കൈ നീട്ടുന്നത് നിങ്ങളെൻ്റെ അടുത്തുണ്ട്. ഞാൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയാണ് എല്ലാവരെയും. ആൻഡ് നിങ്ങളടുത്ത് എല്ലായിടത്തും പറയുകയാണ്, എനിക്ക് നിങ്ങളെല്ലാവരെയും ബ്ലെസ്സിങ്സ് ആൻഡ് പ്രാർത്ഥന എനിക്ക് വേണം. വേറെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതിൽ കൂടുതലൊന്നും ഞാനിപ്പം ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഓക്കെ, സോ അത്രയേ ഉള്ളൂ ഗൈസ്. ഇന്ന് സത്യം ഞാൻ എല്ലാവർക്കും നന്ദി മാത്രമേ ഉള്ളൂ. ഇന്ന് ഈ കഴിഞ്ഞു പോയ നാളുകളിലൊക്കെ നന്നായി എന്ന് തോന്നുന്ന ഒരു മൊമെൻ്റായിട്ട് ഫീൽ ചെയ്യണ്. നന്നായി, അന്നൊക്കെ അങ്ങനെയൊക്കെ നന്നായി എന്ന് തോന്നുന്നു. കാരണം അന്ന് അങ്ങനെ നന്നതുകൊണ്ടാണ് എനിക്ക് ഇന്ന് ഇത്രയും സമാധാനമായിട്ട് ഞാൻ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പോണത്. സോ ഗൈസ്, താങ്ക് യു സോ മച്ച്. സോ ഗൈസ്, അപ്പം നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ തരാം.